ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇവിടെ ജോബ് അന്വേഷിച്ച് വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ചധികം കാര്യങ്ങൾ അതിൽ ഞാൻ ഷെയർ ചെയ്തിരുന്നു. ആ വീഡിയോയ്ക്ക് നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. കുറച്ചധികം ആൾക്കാർ അതിൽ കമൻറ്റ് ചെയ്തിരുന്നു. ഒരുപാട് പേരൊന്നുമില്ല, എന്നാലും ആ വീഡിയോ കണ്ട ആൾക്കാർ കുറച്ച് പേര് അതിൽ കമൻറ്റ് ചെയ്തിരുന്നു. അപ്പം ഞാൻ ആ കമൻസ് ഒക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് ഞാൻ സംസാരിക്കാമെന്ന് വെച്ചു. കാരണം ഒരേ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഏകദേശം എല്ലാ ആൾക്കാരും തന്നെ ചോദിച്ചത്. അപ്പം ഇതിനു മുമ്പും ഞാൻ 1-2 വീഡിയോസ് അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോഴും ഏറെക്കുറെ സിമിലർ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് എല്ലാവരും എൻ്റെ അടുത്ത് കമൻസിൽ ചോദിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കമൻസിൽ കൊടുക്കുമ്പം അത് അധികം ആൾക്കാരിലേക്ക് എത്തുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പം ഈ ഡൗട്ട്സ് ഉള്ള എല്ലാവർക്കും അതൊരു ഹെൽപ്ഫുൾ വീഡിയോ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പിന്നെ അതുകൂടാണ്ട് ഞാൻ കുറച്ചധികം കാര്യങ്ങൾ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാം. ഇനിയും ഇത് കൂടാതെ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പോയിന്റ്സ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഇതുപോലെ സമയം കിട്ടുമ്പം എപ്പോഴെങ്കിലും അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. അപ്പോൾ വേഗം തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ആദ്യമായിട്ട് ജോബ് അന്വേഷിച്ചു വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഫുൾ ജോബ് സെർച്ച് റിലേറ്റഡ് ക്വാളിഫിക്കേഷൻ, സാലറി, അതിനെക്കുറിച്ചൊക്കെയാണ് സംസാരിച്ചത്. അത് കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഐകാർഡിൽ കൊടുത്തേക്കാം, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ജോബ് അന്വേഷിച്ച് വരുമ്പോൾ വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിങ്, പിന്നെ നമ്മൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് കൊണ്ടുവരണം, ഏതൊക്കെ സോഫ്റ്റ്വെയർസ് അറിഞ്ഞിരിക്കണം, പിന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അറ്റസ്റ്റേഷൻ ചെയ്ത് കൊണ്ടുവരണോ, എന്താണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ കുറച്ചധികം കാര്യങ്ങളാണ് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഞാൻ ആദ്യം എൻ്റെ യൂട്യൂബിൽ കമൻസ് വന്ന കുറച്ചധികം ചോദ്യങ്ങളുണ്ട്. സോ അതിൽ നിന്ന് തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. അതാവുമ്പം പിന്നെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞപ്പോൾ നമുക്ക് വേറെ സെക്ഷനിലേക്ക് പോവാം. സോ എൻ്റെ കമൻസിൽ എനിക്ക് വന്ന ചോദ്യങ്ങളാണ്. ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എപ്പോഴാണ് ഇവിടെ വിസിറ്റിന് വന്നിട്ട് ജോബ് സെർച്ച് ചെയ്യാൻ പറ്റിയ ടൈം ഏതാണെന്നുള്ളതാണ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം പൊതുവേ ഒരു സ്ലോ ടൈം ആയിരിക്കും. ഈ റമദാൻ ടൈമൊക്കെ എന്ന് പറയുമ്പോൾ കുറച്ച് സ്ലോ ആണ്, ബിസിനസ്സൊക്കെ കുറച്ച് സ്ലോ ആയിരിക്കുന്ന ഒരു ടൈമാണ്. അതായത് ഈ മാർച്ച് ഏപ്രിൽ ടൈമൊക്കെ, അതായത് എസ്പെഷ്യലി റമദാൻ സീസൺ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഹാഫ് ഡേയ്സ് ആണ് പൊതുവേ ഇവിടെ എല്ലാ കമ്പനീസിലും കൊടുക്കുക. വർക്കിംഗ് അവേഴ്സിൽ റിഡക്ഷൻ ഉണ്ടാവും, അതായത് ഒരു 2-2.5 hours റിഡക്ഷൻ ഉണ്ടാവും ഒട്ടുമിക്ക കമ്പനീസിലും, എല്ലാ വർക്കിംഗ് അവേഴ്സിലും. അപ്പോൾ പൊതുവേ ഒരു സ്ലോ റണ്ണിങ് പ്രോസസ്സായിരിക്കും റമദാൻ ടൈമിൽ. അപ്പോൾ ഈ ടൈമിൽ ഇവിടെ നമുക്ക് ജോബ് സെർച്ച് ചെയ്ത് വന്നാൽ നമുക്ക് എന്താ പറയുക, അതൊരു ബെസ്റ്റ് ടൈമായിട്ട് ഞാൻ പറയില്ല. കാരണം ഒന്നാമത് വർക്കിംഗ് അവേഴ്സ് റിഡക്ഷൻ ഉണ്ടായിരിക്കും, പിന്നെ വർക്കും മൊത്തം എല്ലാം സ്ലോ ആയിരിക്കും, പിന്നെ ഒരുപാട് ആൾക്കാർ വെക്കേഷനൊക്കെ പോകുന്ന ടൈമൊക്കെ ആയിരിക്കും. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴായിരിക്കും എൻ്റെ ഒരു അറിവിൽ ഒന്നും കൂടി ഓപ്പണിങ്സ് വരിക. മന്ത് എൻഡ്, അതായത് ഇയർ എൻഡ് ക്ലോസിംഗ് ഒക്കെ ആവുന്ന ടൈമിൽ, അല്ലെങ്കിൽ ഇയർ ബിഗിനിങ്ങിലും നല്ലതായിരിക്കും. ഈ ഒരു മിഡിൽ, അതായത് ഈ ഒരു സമ്മർ സീസണോടൊക്കെ അനുബന്ധിച്ച് വരുന്ന ആ ഒരു ടൈം കുറച്ചൊന്ന് ഡള്ളാവാനാണ് ചാൻസ് കൂടുതൽ. പിന്നെ അതുമല്ല, ആദ്യമായിട്ട് ദുബായിലേക്കൊക്കെ വരുന്ന ആൾക്കാർ പീക്ക് സമ്മർ ടൈമിലൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ഇങ്ങനെ ജോബ് സെർച്ച് ചെയ്യുന്ന പറയുമ്പോൾ നമ്മൾ വീട്ടിലിരുന്ന് സുഖമായിട്ടിരിക്കുന്ന ഒരു പരിപാടിയല്ല. നമ്മൾ കുറച്ചധികം അലഞ്ഞിരിഞ്ഞ് നടക്കേണ്ട ഒരു ടൈമാണ്. ഇവിടുത്തെ ചൂടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. അപ്പോൾ ആ ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കും അതൊരു, ഒന്നാമത് നമ്മൾ മെൻ്റലി പ്രിപ്പയർഡ് അല്ലായിരിക്കും, പിന്നെ അതിൻ്റെ കൂടുതൽ ഫിസിക്കൽ സ്ട്രെയിനും കൂടി ആകുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോൾ. പിന്നെ നമ്മൾ ആ കൂടി ഒരു 2 months വിസ എടുത്തിട്ടൊക്കെയാണ് വരുന്നത്. അപ്പോൾ ആ ടൈമിൽ നമ്മൾ ഒരുപാട് സ്ട്രെയിൻ നമ്മൾ മെൻ്റലിയും ഫിസിക്കലിയും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്ത റിസൾട്ട്സ് നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ ഒരു സമ്മറിൻ്റെ എൻഡ് ആകുമ്പോൾ ഒരു സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ടൈം ആകുമ്പം, പിന്നെ ഒക്ടോബർ ടു ഈ മാർച്ച് വരെ ഒക്കെ നല്ല വെതർ ആയിരിക്കും. അപ്പം വെതറും കൂടെ ഒന്ന് കൺസിഡർ ചെയ്യുക. പിന്നെ ആ ടൈമിലായിരിക്കും ഒന്നും കൂടി എനിക്ക് തോന്നുന്നു ജോബ് സെർച്ച് ചെയ്യാൻ പറ്റിയൊരു ടൈമായിരിക്കും. അപ്പം ആ ടൈമിലൊക്കെ വരുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത്. അപ്പോൾ നിങ്ങൾ വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അനാലിസിസ് ഒക്കെ ചെയ്തതിന് ശേഷം വരിക. നമ്മളെല്ലാവരും തന്നെ ജോബ് കിട്ടാൻ വേണ്ടിയിട്ടാണ് റിസ്ക് എടുത്തിട്ട് ഇത്രയും ദൂരമൊക്കെ വരുന്നത്. അപ്പോൾ അത് വർത്തായിരിക്കണം. നമ്മളിവിടെ നിൽക്കുന്ന ആ ടൈം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് നമ്മൾ സെർച്ച് ചെയ്താൽ നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഓഫ് ടൈമിലൊക്കെ വന്നാൽ കുറേ അധികം ബുദ്ധിമുട്ടുകളായിരിക്കും. ഇത്രയും പൈസയൊക്കെ നമ്മൾ ചിലവഴിച്ച് വരുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് റെസ്പോൺസ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ. അപ്പം അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാൻ ശ്രമിക്കുക.
പിന്നെ ഒരാളെൻ്റെ അടുത്ത് ക്വാളിഫിക്കേഷനെ പറ്റിയിട്ടുള്ള ചോദ്യം ചോദിച്ചിരുന്നു. അപ്പോൾ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കേഷൻസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്തിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഐക്കാർഡിൽ കൊടുത്തേക്കാം, അതൊന്ന് കണ്ടു നോക്കാം. അതിനകത്ത് ഞാൻ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഞാൻ ആ കാര്യം ഈ വീഡിയോയിൽ പറയുമ്പം ഇത് ഫുൾ ഒന്നും കൂടി ലെങ്തി ആയിപ്പോവും. അപ്പോൾ എനിക്ക് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഞാൻ കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ വീഡിയോ ഒന്ന് നോക്കി നോക്കൂ. അതിനകത്ത് ഞാൻ ക്വാളിഫിക്കേഷൻസിനെ കുറിച്ചൊക്കെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അടുത്തൊരാൾ എനിക്ക് കമൻറ്റ് ചെയ്തിരുന്നു, ലോജിസ്റ്റിക്സിൽ ജോബ് നോക്കുന്നുണ്ട്, വിസിറ്റ് വിസ 2 months കഴിഞ്ഞു, ഇതുവരെ ഒരു ഇൻ്റർവ്യൂ പോലും കിട്ടിയിട്ടില്ല, എവിടെയെങ്കിലും വേക്കൻസി ഉണ്ടോ, ദുബായിലാണ്, എങ്ങനെയാണ് ഞാൻ ലിങ്ക്ഡിൻ ഇൻഡീഡ് ഒക്കെ നോക്കുന്നുണ്ട്, ബട്ട് ഒന്നിലും കിട്ടുന്നില്ല. അപ്പോൾ എനിക്കിതിൽ പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ടൈമിൽ സെർച്ച് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് കിട്ടാത്തത്. കാരണം ഈ ടൈമിൽ ഞാൻ പൊതുവെ പറഞ്ഞ പോലെ കുറച്ച് ഡൗൺ ആയിരിക്കും ബിസിനസ്. പിന്നെ ഞാൻ വേറൊരു വഴിയും കൂടെ പറഞ്ഞുതരാം. അതായത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറേ അധികം ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ റെഗുലർ ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അതിലൊരു ഉഴപ്പം വരുത്തരുത്. അതായത് നമ്മൾ എവറി ഡേ എന്ന് പറയുന്ന പോലെ എവറി ഡേ നമ്മൾ അതിൽ കയറുക, അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക, കിട്ടുന്ന ജോബ്സ് ഒക്കെ അപ്പം തന്നെ അപ്ഡേറ്റ് ചെയ്ത് വിടുക. പിന്നെ ഇറസ്പെക്റ്റീവ് ഓഫ് ദ കമ്പനി സൈസ്, അതാണ് എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത്. കാരണം ചില ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ ചിലപ്പം ഇത് ചെറിയ കമ്പനിയാണ്, നമുക്ക് വേണ്ട, വലിയ കമ്പനി നോക്കാം, അങ്ങനെ ഇഗ്നോർ ചെയ്ത് വിടരുത്. നമ്മൾ ഏത് ഒരു ഓപ്പണിംഗ് കണ്ടാലും അതിൽ കയറി അപ്ലൈ ചെയ്യുക. അപ്പോൾ അവർ കോൾ ചെയ്യും നമ്മളെ ഉറപ്പായിട്ടും. കാരണം എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഒട്ടുമിക്ക ഞാൻ അപ്ലൈ ചെയ്തിട്ടുന്നല്ല, എനിക്ക് എവറി ഡേ അറ്റ്ലീസ്റ്റ് 1 or 2 കോൾസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ ഒരിക്കലും ഒരു ഓപ്പണിംഗ് പോലും ഇഗ്നോർ ചെയ്യരുത്. പിന്നെ അറ്റ് ദ സെയിം ടൈം വിസിറ്റ് വിസ എടുത്ത് വരുന്ന ആൾക്കാരിൽ പറ്റാവുന്ന ഒരു തെറ്റ് ഞാൻ പറയാം. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും നമുക്ക് 2 months ടൈം ഉണ്ടല്ലോ, നമുക്കൊരു 1 month നമുക്ക് റിലാക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് അടുത്ത 1 month സെർച്ച് ചെയ്യാമെന്ന് വിചാരിച്ച് ഉഴപ്പരുത്. കാരണം ഇവിടെ അത്രയധികം കോമ്പറ്റീഷൻ ഉണ്ട്. ഓക്കെ, നമ്മൾ വന്നിറങ്ങുന്ന അന്ന് തൊട്ടാണ് നമ്മൾ നല്ല ആക്റ്റീവായിട്ട് സെർച്ച് ചെയ്യണം. കാരണം ഒരുപാട് കോമ്പറ്റീഷൻസ് ഉണ്ട്. ഫ്രഷറായിട്ട് വരുന്നവർ കൂടാതെ ഇവിടുത്തെ ഉള്ള ആൾക്കാർ തന്നെയും ഒരുപാട് പേര് ജോബ് ചേഞ്ച് പ്രോസസ്സിലൂടെ പോകുന്നുണ്ട്. അപ്പം കുറേ അധികം കോമ്പറ്റീഷൻ ഉള്ള ഒരു സ്ഥലത്തേക്കാണ് നിങ്ങൾ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് റിലാക്സ് ചെയ്തിരിക്കാൻ ഒട്ടും ടൈമില്ല. ഓക്കെ, വന്നിറങ്ങുന്ന ടൈമിൽ തന്നെ നമ്മൾ ജോബ് സെർച്ച് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഏതൊരു ജോബ് കിട്ടിയാലും നമ്മുടെ എന്താ പറയുക, എഡ്യൂക്കേഷൻ അനുസരിച്ചുള്ള ജോബ് ഏത് കിട്ടിയാലും നമ്മളത് ടേക്കപ്പ് ചെയ്യുന്നതായിരിക്കും ബുദ്ധി. കാരണം നമ്മളൊരു ഫ്രഷറാണ്, നമുക്ക് കുറച്ചെങ്കിലും UAE എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു ജോബ് സെർച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾ ഒരു ഓപ്പർച്യൂണിറ്റിയും യൂസ് ചെയ്യാതെ നിങ്ങളത് ഇഗ്നോർ ചെയ്ത് വിട്ടാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു മിനിമം ഒരു 6 months 7 months എങ്കിലും എക്സ്പീരിയൻസ് UAE ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കമ്പനിയിലേക്ക് ഫർദർ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. അതിന് നിങ്ങൾക്ക് ഫസ്റ്റ് എന്തെങ്കിലും ഒരു ജോബിൽ നിങ്ങൾക്ക് കയറിയേ പറ്റൂ. അപ്പോൾ എന്തെങ്കിലും ഒരു ജോബ് എന്ന് ഉദ്ദേശിച്ചത് എന്ത് കിട്ടിയാലും പോവാം അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ നിങ്ങൾ ഫൈനാൻസ് ബാക്ക്ഗ്രൗണ്ടാണ് നോക്കുന്നതെങ്കിൽ ഫൈനാൻസിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് കിട്ടി, പക്ഷെ അതൊരു ചെറിയ കമ്പനി ആണെങ്കിൽ കൂടിയും ജസ്റ്റ് ഒന്ന് നിങ്ങൾ ചെറിയ സാലറി ആണെങ്കിൽ പോലും അത് യൂട്ടിലൈസ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അപ്പോഴാണ് നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു മിനിമം എക്സ്പീരിയൻസ് എങ്കിലും കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു 2 months വെറുതെ പോവുകയുള്ളൂ, ടൈം കടന്നു പോകും, പിന്നെ നമുക്ക് തിരിച്ച് നാട്ടിൽ പോകേണ്ടി വരും. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം കിട്ടുന്ന ഇൻ്റർവ്യൂസിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്തെങ്കിലും ഒരു ദിവസം ഉറപ്പായിട്ട് നിങ്ങൾക്ക് കോൾ വരും. വേറൊരു കാര്യം, ലിങ്ക്ഡിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ലിങ്ക്ഡിനിൽ നമുക്ക് ജോബ് നോട്ടിഫിക്കേഷൻസ് സെറ്റ് ചെയ്തിടാൻ പറ്റും, ലൊക്കേഷൻ അനുസരിച്ച്, ഡിപ്പാർട്ട്മെൻറ്റ് അനുസരിച്ച്. അപ്പോൾ നോട്ടിഫിക്കേഷൻസും ജോബ് അലേർട്ട്സും ഇട്ട് കഴിഞ്ഞാൽ അവിടെ സ്പെസിഫിക് ഓപ്പണിങ്സ് ഉള്ളത് നമുക്ക് കിട്ടും. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ഇവിടുത്തെ ഏതെങ്കിലും ബിഗ് ആയിട്ടുള്ള കമ്പനീസ് അറിയാമെന്നുണ്ടെങ്കിൽ ആ കമ്പനീസിനെ ഫോളോ ചെയ്യുക. ഫോളോ ചെയ്തിട്ട് അതിനകത്ത് പീപ്പിളിൽ പോയിട്ട് അതിനകത്തുള്ള കണക്ഷൻസ് വെച്ചിട്ട് ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്തിട്ട് മാക്സിമം ആൾക്കാർക്ക് നമ്മൾ റെസ്യൂമെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടുത്തെ മെയിനായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ മെയിനായിട്ട് HR-നെ ടാർഗറ്റ് ചെയ്തിട്ട് അവിടുത്തെ HR-നെ നമുക്ക് കണക്ട് ചെയ്യാൻ നോക്കുക. എല്ലാ കമ്പനീസിലും HR-ന്റെ ആൾക്കാരുടെ ഇതുണ്ടായിരിക്കും, ലിങ്ക്ഡിനിൽ പ്രൊഫൈൽ കിട്ടും. അപ്പോൾ അതിൽ കയറിയിട്ട് കണക്ഷൻ റിക്വസ്റ്റ് കൊടുത്തിട്ട് HR അവരെന്തായാലും കണക്ട് ചെയ്യും. മേ ബി ഒരു സെയിം ഡേ കണക്ട് ചെയ്തില്ലെങ്കിലും ഒരു 1 to 3 days കണക്ട് ചെയ്യും. അപ്പോൾ അവർക്ക് CV അയച്ചു കൊടുക്കുക. ഇൻ കേസ് HR-നെ കിട്ടിയില്ലെങ്കിൽ അവിടുത്തെ തന്നെ നമ്മൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണോ നോക്കുന്നത് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ വേറെ ആൾക്കാരവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ, അപ്പോൾ അവർക്കൊക്കെയും കണക്ഷൻ റിക്വസ്റ്റ് കൊടുത്തിട്ട് അവർക്കും നമ്മൾ CV ഷെയർ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം ചാൻസസ് കൂടും. സോ ഞാൻ റെഫറൽ ഓപ്ഷനെ പറ്റിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പം നമ്മളിങ്ങനെ ഷെയർ ചെയ്ത് കൊടുത്താലും നമ്മളെ കൺസിഡർ ചെയ്യാനുള്ളൊരു എന്താ പറയുക ഒരു ഓപ്ഷൻ അവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് കോൾസ് കിട്ടും. എല്ലാ ഡേയും എവറി ഡേ എന്ന് പറയുമ്പോൾ എവറി മിനിറ്റ് എവറി അവർ നമ്മൾ ഇങ്ങനെ
അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാതെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. കാരണം ഇവിടെ ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ട് കറൻ്റ്ലി. ഞാൻ സത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇവിടുത്തെ തന്നെ ഒരുപാട് കമ്പനീസിലെ ആൾക്കാർ എൻ്റെ ജോബ് ചേഞ്ചിനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടം പോലെ കോമ്പറ്റീഷൻ ഉണ്ട് മാർക്കറ്റിൽ. ഞാനൊരു ജോബ് ചേഞ്ചിന് പോയപ്പം ഇപ്പോൾ ഒരു 2 months ആയതേ ഉള്ളൂ ഞാൻ മാറിയിട്ട്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ട് കറൻ്റ്ലി മാർക്കറ്റിൽ. അപ്പോൾ നമുക്ക് റിലാക്സ് ചെയ്തിരിക്കാനുള്ള ടൈമില്ല. നമ്മൾ അത്രയും എഫേർട്ട്സ് ഇട്ടാലേ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുള്ളൂ. പിന്നെ അടുത്തൊരാൾ എനിക്ക് കമൻറ്റ് അയച്ചിട്ടുണ്ടായിരുന്നു, നാട്ടിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ടോ, പിന്നെ ഏതൊക്കെ സോഫ്റ്റ്വെയർ ആണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നമ്മളൊരിടത്ത് ജോബ് ചെയ്താൽ നമ്മൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ചോദിക്കണം. അപ്പോൾ അത് ഡൗട്ട്ഫുൾ ആയിട്ടിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പുറത്തിങ്ങനത്തെ ഒരു കൺട്രിയിൽ വരുമ്പോൾ നമ്മൾ എന്താ പറയുക, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും നമ്മുടെ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സും ക്യാരി ചെയ്യുന്നതാണ് നല്ലത്. കാരണം ചില കമ്പനീസിൽ ചോദിക്കും, ചില കമ്പനീസിൽ ചോദിക്കത്തില്ല. അപ്പം എനിക്കത് പറയാൻ പറ്റില്ല, ഇല്ല ഉണ്ട് എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരാൻ. കാരണം വന്നിട്ട് തിരിച്ചു പോകാൻ പറ്റിയൊരു എന്താ പറയുക, പ്രാക്ടിക്കൽ അല്ല അത്. അപ്പോൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്സും എല്ലാം തന്നെ നമ്മുടെ കയ്യിൽ വെക്കുക. കാരണം നമ്മളിതൊക്കെ ജെന്യൂൻ ആയിട്ട് എടുത്ത കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് എന്തായാലും അത് ക്യാരി ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മുടെ കയ്യിൽ കരുതുന്നതായിരിക്കും ഏറ്റവും സേഫ്. ആൻഡ് സോഫ്റ്റ്വെയർസ്, ഏതൊക്കെ സോഫ്റ്റ്വെയർസ് ആണ്, ചിലർ ചോദിച്ചിട്ടുണ്ട് ഏതൊക്കെ സോഫ്റ്റ്വെയർസ് ആണ് ഞാൻ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് വേണ്ടത് എന്ന്. ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാരണം എല്ലാ കമ്പനിയും ഒരേ സോഫ്റ്റ്വെയർസ് ആയിരിക്കില്ല യൂസ് ചെയ്യുന്നത്. ഓക്കെ, ചില കമ്പനീസ് ടാലി യൂസ് ചെയ്യും, ചില കമ്പനീസ് ഓറക്കിൾ യൂസ് ചെയ്യും, ചില കമ്പനീസ് SAP യൂസ് ചെയ്യും, ചില സോഹോ, ക്വിക്ക് ബുക്സ്, അങ്ങനെ പല 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 സോഫ്റ്റ്വെയർസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരിക്കലും ഇതെല്ലാം പഠിച്ചുകൊണ്ട് ഒരിക്കലും നമുക്കൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒന്നിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ബെറ്റർ. മനസ്സിലായോ ഞാൻ പറയുന്നത്? അതായത് ഒന്നുമില്ലാതെ നമ്മൾ ഇപ്പോൾ എൻ്റെ അടുത്ത് ആരെങ്കിലും ചോദിക്കുകയാണ് ഇൻ്റർവ്യൂവിൽ ഏത് ടൂളിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്, അപ്പോൾ ഞാൻ പറയും ഞാൻ SAP വർക്ക് ചെയ്തിട്ടുണ്ട്, ഫ്യൂഷൻ വർക്ക് ചെയ്തിട്ടുണ്ട്, ടാലിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം, ഞാൻ ഇത്രയും എൻ്റെ പല പല എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ഇത്രയും സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും അത് ഞാൻ എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ടാണ് എനിക്ക് ഇത്രയും സോഫ്റ്റ്വെയർസ് അറിയാവുന്നതെന്നത്. പക്ഷേ അവരുടെ കമ്പനിയിൽ അപ്പം ഇതൊന്നും ആയിരിക്കില്ല യൂസ് ചെയ്യുന്നത്, വേറെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പക്ഷേ എനിക്കിതിൽ വർക്ക് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ഏത് സോഫ്റ്റ്വെയർ ആണ് ഞാൻ പഠിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യയിൽ എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ബെനിഫിറ്റ് ആയിരിക്കും. കാരണം എല്ലാ കമ്പനിയിലും അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ കാണും. അപ്പോൾ നമുക്കത് മനസ്സിലാവും എന്താണ് ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടൊരു കമ്പനിയിൽ എന്താ നമ്മൾ ചെയ്യുക എന്നുള്ളൊരു ഐഡിയ കിട്ടും. അപ്പോൾ എന്തെങ്കിലും ഒരു സോഫ്റ്റ്വെയർ അറ്റ്ലീസ്റ്റ് ഒരു ബേസിക് നോളജ് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം ഞാൻ പറയാം, സർട്ടിഫിക്കറ്റ്സിനെ കുറിച്ച്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിരുന്നു, പക്ഷേ അതിൽ ഞാൻ പറയാതെ പോയൊരു കാര്യം ഉണ്ടായിരുന്നു, സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ. സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ നിന്ന് നമ്മൾ UAE-ലേക്കോ അല്ലെങ്കിൽ വേറെ ഏത് കൺട്രിയിൽ പോയാലും നമുക്ക് സർട്ടിഫിക്കറ്റ് കമ്പൽസറി ആയിട്ട് അറ്റസ്റ്റ് ചെയ്യണം. അപ്പോൾ അത് ചെയ്യാനായിട്ട് കുറേ ഏജൻസീസ് ഉണ്ട്. അതിൽ നമ്മൾ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഏജൻസി നോക്കി വേണം ഇതൊക്കെ ചെയ്യാൻ. കാരണം ഇതൊക്കെ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ആണ്, ഇതൊക്കെ പോയാൽ പോയി. അപ്പോൾ നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഏജൻസി ത്രൂ ആയിട്ട് വേണം കോർഡിനേറ്റ് ചെയ്ത് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഹയസ്റ്റ് ഡിഗ്രി ഉള്ള സർട്ടിഫിക്കറ്റ് ആണ് ഞാൻ അറ്റസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു റൂൾ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതൊക്കെ അത് ഒന്ന് ജസ്റ്റ് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. ഞാൻ ചെയ്ത ടൈമിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഹയസ്റ്റ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആയിരുന്നു അറ്റസ്റ്റ് ചെയ്യേണ്ടത് എനിക്ക്. അപ്പം അതാണ് 10th ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് ഓർക്കുന്നില്ല. പക്ഷേ എൻ്റെ അറ്റസ്റ്റേഷൻ വന്നത് എൻ്റെ ഹയസ്റ്റ് ഡിഗ്രിയുള്ള സർട്ടിഫിക്കറ്റിലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ നമ്മൾ ഇന്ത്യയിൽ നിന്ന് അറ്റസ്റ്റ് ചെയ്യിക്കണം. ഇന്ത്യയിൽ നിന്ന് അറ്റസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന ഡോക്യുമെൻറ്റ്സ് നമ്മൾ UAE എത്തിക്കഴിയുമ്പോൾ നമ്മൾ ജോബിന് കയറുന്നതിന് മുമ്പ് അത് ഇവിടുത്തെ UAE എംബസിയിലും അറ്റസ്റ്റ് ചെയ്യിക്കണം. ഓക്കെ, ഇത് മെയിനായിട്ട് ചെയ്യണം. ഇത് മെയിനായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ജോബിന് കയറുന്ന ടൈമിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വരും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ ടൈമിൽ എല്ലാം എമർജൻസി ആയിട്ട് അഡീഷണൽ പേയ്മെൻറ്റ് ചെയ്തിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് മുന്നേ തന്നെ നമ്മൾ ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ ആ ലാസ്റ്റ് മൊമെൻറ്റിൽ ഹറിബറി നമുക്കൊന്ന് ഒഴിവാക്കാൻ പറ്റും കേട്ടോ. അപ്പം അത് മാൻഡേറ്ററി ആയിട്ട് ചെയ്യിക്കണം. അതിൻ്റെ നിലവിലത്തെ പോളിസീസും റൂൾസും ഒക്കെ എങ്ങനെയാണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഞാൻ പറഞ്ഞത് എൻ്റെ ടൈമിൽ ഞാൻ ചെയ്ത കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം കുറേ വർഷമായി, അപ്പം 3-4 വർഷമായി. അപ്പോൾ അതിൻ്റെ ചേഞ്ചസ് എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അറ്റസ്റ്റേഷൻ ചെയ്തിട്ട് വേണം നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരാൻ. അപ്പം ഓക്കെ, ഇതൊക്കെയാണ് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ചോദ്യങ്ങൾ. ഇനി നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം. അതായത് നമ്മൾ UAE-ൽ പുതിയതായിട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഫസ്റ്റ് വൺ കോസ്റ്റ് ഓഫ് ലിവിങ്. കോസ്റ്റ് ഓഫ് ലിവിങ് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര ഹൈ ആണ് ഇവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിങ്.
അപ്പോൾ നമ്മൾ ഒരിക്കലും ഇവിടുത്തെ പൈസ വെച്ചിട്ട് നാട്ടിലത്തെ പൈസനെ കമ്പയർ ചെയ്യരുത്. ഓക്കെ. പിന്നെ നമ്മളിവിടെ ആദ്യമായിട്ട് വരുമ്പം നമുക്ക് എല്ലാ കാര്യങ്ങളും ഈ 1 2 3 4 5 6 7 8 9 10 20 30 ദിറംസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആദ്യം ആ കാൽക്കുലേഷൻ മനസ്സിലാവാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. അപ്പം സ്പെൻഡ് ചെയ്യുമ്പം അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ സ്പെൻഡ് ചെയ്യാതിരിക്കാം. ഓക്കെ. അപ്പം നമുക്കറിയാതെ നമ്മൾ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു പോകും. നമ്മൾ ആദ്യമായിട്ട് വരുന്നൊരു എക്സൈറ്റ്മെൻറ്റിലാണ് നമുക്ക് ഇത് വേണം അത് വേണം. അനാവശ്യമായിട്ടുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾ വാങ്ങിച്ചു കൂട്ടാതിരിക്കുക. അൺടിൽ ആൻഡ് അൺലെസ് യു ആർ സെക്യൂർഡ് വിത്ത് ജോബ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ. വന്നു കഴിഞ്ഞാൽ സ്റ്റേ ചെയ്യുന്ന ഓപ്ഷൻസ് അപ്പോൾ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ഇവിടെ ബെഡ് സ്പേസ് ആണ് ഉള്ളത്. അപ്പം ബെഡ് സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഹോസ്റ്റൽ ആൻഡ് അക്കോമഡേഷനിൽ അതുപോലത്തെ ഒരു സംഭവം തന്നെയാണ് ബെഡ് സ്പേസ്. അപ്പോൾ മിനിമം ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ മന്ത്ലി ഒരു മിനിമം 1000 ദിറംസ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തു ഒരു ബെഡ് സ്പേസ് റെൻറ്റ് കൊടുക്കണമെങ്കിൽ. അതിലും താന്നതുണ്ട്, പക്ഷേ അതത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കില്ല, പിന്നെ നോട്ട് എക്സിക്യൂട്ടീവ് ആയിരിക്കില്ല. എസ്പെഷ്യലി ഫോർ ലേഡീസ് ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ എക്സിക്യൂട്ടീവ് ബെഡ് സ്പേസ് ആണെങ്കിൽ മിനിമം ഒരു 1000 to 1100 ദിറംസ് ഒക്കെ ആവും. അപ്പോൾ അതിനകത്ത് ഒരു ഹോളിൽ ചിലപ്പോൾ 4 ബെഡ്സ് ആയിരിക്കും, അതിലൊരു ബെഡായിരിക്കും നമുക്ക് തരാം. അപ്പോൾ അങ്ങനെയാണ് ബെഡ് സ്പേസിൻ്റെ കണക്ക് പോകുന്നത്. പിന്നെ ഈ 650 700 800 കിട്ടും. പക്ഷെ അന്നേരം റൂമിലെ ബെഡ്സിൻ്റെ കൗണ്ട് കൂടും, അപ്പോൾ ആൾക്കാരുടെ എണ്ണം കൂടും. മനസ്സിലായോ ഞാൻ പറയുന്ന ലോജിക്? മനസ്സിലായോ? അപ്പോൾ നമുക്ക് കുറച്ച് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ഏരിയ വേണം, പിന്നെ നന്നായിട്ടൊരു എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഏരിയ വേണം, അധികം അലമ്പില്ലാത്ത സ്ഥലമൊക്കെ വേണം. അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആകും. അതായത് ഒരു 1000 ദിറംസ് to 1200 ദിറംസിന് ഇടയിലായിരിക്കും ബെഡ് സ്പേസ്. ഞാൻ പറയുകയാണെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നോക്കുന്നതായിരിക്കും നല്ലത്. അധികം നമ്മളിങ്ങനെ ഈ കച്ചറ പിടിച്ച സ്ഥലങ്ങളിലേക്ക് പോവാതെ കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ബെഡ് സ്പേസിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. ഓക്കെ. അപ്പോൾ ഇതാണ് ബെഡ് സ്പേസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതൊരു 1000 to 1100 to 1200 ദിറംസിൻ്റെ ഇടയിലായിരിക്കും അതിൻ്റെ ഒരു റെൻറ്റ് വരിക. അപ്പോൾ നിങ്ങൾ 2 മന്ത്സിനൊക്കെ വിസ എടുത്ത് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 മന്ത്സിനും റെൻറ്റിനുള്ള എമൗണ്ട് നിങ്ങൾ കൺസിഡർ ചെയ്തിട്ട് വേണം വരാൻ. അപ്പം ബെഡ് സ്പേസിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് ഈ റെൻറ്റിനകത്ത് തന്നെ ഇലക്ട്രിസിറ്റി എല്ലാം ഇൻക്ലൂഡഡ് ആണ്. വേറെ അഡീഷണലി ചാർജ് ചെയ്തില്ല. നിങ്ങൾ മാസം ഇത്ര എമൗണ്ട് കൊടുത്താൽ മതി. നിങ്ങൾക്ക് എല്ലാവരും ഈ ഹോസ്റ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്ന പോലെ തന്നെ എല്ലാം പ്രൊവൈഡ് ചെയ്ത് കിട്ടും. പിന്നെ ഫുഡ് നമ്മളുടേതാണ്, ഫുഡ് സ്വന്തമായിട്ട് എടുക്കണം. അപ്പോൾ മെസ് സർവീസസ് ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ. അതായത് ഇവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, കാരണം റൂംസിലുള്ളവരോട് ആൾക്കാരോട് ചോദിച്ചാൽ അവരാണ് ഷെയർ ചെയ്യും. അപ്പോൾ മെസ് എന്ന് പറയുന്നത് ഈ ക്യാൻറ്റീൻ പോലത്തെയാണ്. അവർ ടൈം ടു ടൈം അവർ ഫുഡ് പ്രൊവൈഡ് ചെയ്യും, നിങ്ങൾ പേയ്മെൻറ്റ് കൊടുത്താൽ മതി. അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒരു 3 ടൈം മീലാണെങ്കിൽ അറൗണ്ട് ഒരു 500 ദിറംസ് വെച്ച് വരും പെർ മന്ത്. അല്ല ഒരു 2 ടൈം മീലാണെന്നുണ്ടെങ്കിൽ അത് ഒരു 380 പെർ മന്ത്. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാൽക്കുലേഷൻ പോവുക. പിന്നെ അല്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് കുക്ക് ചെയ്യണമെന്നാണെന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ സിംഗിളായിട്ടല്ല നിൽക്കുന്നത്. അപ്പോൾ ഒരു 200 ദിറംസ് കൂട്ടിക്കോ മാക്സിമം, അല്ല മിനിമം 200 ദിറംസ് കൂട്ടിക്കോ. പിന്നെ നിങ്ങൾ ലാവിഷായിട്ട് ഫുഡ് കഴിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു 500 ദിറംസ് ഒക്കെ ആയേക്കാം സിംഗിളായിട്ടുള്ള പേഴ്സൺ. പിന്നെ പുറത്തുനിന്ന് കഴിക്കുന്ന ഫുഡ് എക്സ്പെൻസ് എല്ലാം കൂടെ. അപ്പോൾ നിങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് ആവശ്യത്തിനുള്ള പൈസ കയ്യിൽ കണക്കാക്കിയിട്ട് വേണം വരാൻ. ഓക്കെ. അല്ലെങ്കിൽ നമുക്കിവിടെ കടം ചോദിച്ചാൽ ആരും തരില്ല. ചോദിക്കാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. പിന്നെ കടം കൊടുക്കാതിരിക്കുക, അത് അടുത്തൊരു നല്ലൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും ഇവിടെ വന്ന് ഫൈനാൻഷ്യൽ ഡീലിങ്സിൽ ഒരിക്കലും ഏർപ്പെടരുത്. ആരൊക്കെ എങ്ങനത്തെ ആൾക്കാരെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതൊക്കെ മൈൻഡിൽ വെച്ചിട്ട് വേണം നമ്മൾ ഫൈനാൻഷ്യൽസ് എപ്പോഴും ഡീൽ ചെയ്യാൻ വേണ്ടി. നമ്മുടെ പൈസ നമ്മൾ തന്നെ നോക്കുക, നമ്മൾ ആർക്കും കൊടുക്കാതിരിക്കുക, നമ്മൾ ആരുടെ നിന്നും വാങ്ങാതിരിക്കുക. സോ യു വിൽ ബി ദ സേഫസ്റ്റ്. നമ്മളൊരു പുതിയ സ്ഥലത്ത് വന്നിട്ട് ഒരിക്കലും ഫൈനാൻഷ്യൽ ഡീലിങ്സ് ഒരു സ്ട്രേഞ്ചറായിട്ട് നമ്മൾ ചെയ്യാൻ പോകരുത്. അതുപോലെ തന്നെ ആരെങ്കിലും നമ്മുടെ അടുത്ത് പൈസ ചോദിച്ചാലും നമ്മൾ മാക്സിമം അതിന് ഒഴിഞ്ഞു മാറി നിൽക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. പിന്നെ മൊബൈൽ ചാർജസും കൂടി ഇതിൽ കൂട്ടണം. ഇവിടെ ഇന്റർനെറ്റ് ഒന്നും കിട്ടില്ല, ഭയങ്കര കോസ്റ്റ്ലിയാണ് ഇവിടെ ഇന്റർനെറ്റ് ഒക്കെ. 50 ദിറംസ് ഒക്കെ കൊടുത്താൽ നമുക്ക് ഒരു മാസത്തേക്ക് 1 GB ഒക്കെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഇവിടെ ആരും തന്നെ മൊബൈൽ ഡേറ്റ ഒന്നും റീചാർജ് ചെയ്യാറില്ല. എവിടെ ചെന്നാലും വൈഫൈ ഉണ്ട്, അത് കണക്ട് ചെയ്യുന്നതാണ് മെയിൻ പരിപാടി. പിന്നെ നമുക്ക് അത്യാവശ്യം സാലറി ഒക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് നല്ലൊരു പാക്കേജ് എടുത്താൽ കിട്ടും. പക്ഷെ അല്ലാത്ത പക്ഷം നമ്മൾ ജസ്റ്റ് ഒരു 20-30 ദിറംസ് റീചാർജ് ചെയ്യുക, യൂസ് ചെയ്യുക. പിന്നെ മെട്രോ സ്റ്റേഷനിൽ വൈഫൈ ഉണ്ട്, എവിടെയൊക്കെ പോയാലും നമുക്ക് മോസ്റ്റ്ലി വൈഫൈ കിട്ടും. പിന്നെ വേറൊരു മെയിൻ കാര്യം, വരുന്ന ടൈമിൽ നിങ്ങൾ വിസിറ്റേഴ്സിനല്ലേ ഇവിടെ വരുന്നത്. അപ്പോൾ വരുന്ന ടൈമിൽ നമുക്ക് ഇൻഷുറൻസ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ കയ്യിൽ ആവശ്യത്തിനുള്ള മരുന്നുകൾ സൂക്ഷിക്കാൻ ശ്രമിക്കുക. അപ്പം ഒരുപാട് ക്രോണിക് ഡിസീസസ് ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അതിൻ്റെ പ്രിസ്ക്രിപ്ഷൻ കൊണ്ടുവേണം ട്രാവൽ ചെയ്യാൻ. അല്ലാതെ ബേസിക് ആയിട്ടുള്ള മെഡിക്കൽ തിങ്സ് ഒക്കെയാണ്, അതായത് ഈ പാരസിറ്റമോൾ, പിന്നെ
വോമിറ്റിങ്സിനുള്ള ടാബ്ലറ്റ്, സ്റ്റൊമക് പെയിനുള്ള ഇങ്ങനത്തെയൊക്കെ ടാബ്ലറ്റ്സ് ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അല്ലാതെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ടാബ്ലറ്റ്സ് ആണെങ്കിൽ അതിൻ്റെ പ്രിസ്ക്രിപ്ഷനൊക്കെ കയ്യിൽ വെക്കുക. അപ്പോൾ വരുന്ന ടൈമിൽ മിനിമം നമുക്ക് മെഡിക്കലി നീഡഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് ഈ ഡോളോ, പാരസെറ്റമോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കരുതുക. കാരണം ആ ടൈമിൽ നമുക്കിവിടെ ഇൻഷുറൻസ് ഇല്ല. പിന്നെ ഇവിടുത്തെ മെഡിക്കൽ ക്ലിനിക്സ് ഒക്കെ അത്യാവശ്യം എക്സ്പെൻസീവ് തന്നെയാണ്. അപ്പം കുറച്ച് പൈസ പൊട്ടും ആ ടൈമിലൊക്കെ നമ്മൾ ഹോസ്പിറ്റൽ കേസൊക്കെ ആയാൽ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കയ്യിൽ അത്യാവശ്യം വേണ്ട മെഡിസിൻസ് ഒക്കെ നമ്മൾ കരുതുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. എല്ലാം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഞാൻ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയൂ, ഞാൻ അത് വീണ്ടും ഒരടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. ഇത് കൂടാണ്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് കമൻസിൽ ചോദിക്കാം, ഞാൻ പറ്റുന്ന പോലെ തന്നെ റിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ.